Hello students, in this video we are going to discuss about other methods of bond valuation. We have already discussed the present value approach of bond valuation in the last video, in which we will be discounting the cash flows including the maturity value, and on the basis of that we will be valuing the price of the bond. Hope everything was clear up to that. And now in this video we are going to discuss about other methods. First one is relative price approach. The relative price approach of bond valuation focuses on determining the required rate of return. ഇപ്പോൾ നമ്മുടെ നേരത്തെ പ്രസൻറ്റ് വാല്യൂ അപ്രോച്ചിൻ്റെ അകത്ത് ഇറ്റ് വാസ് ഗിവൻ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ടായിരുന്നു. ഐദർ ഇൻ ദ ഫോം ഓഫ് ഡിസ്കൗണ്ടഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ റിക്വയർഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ടോ തന്നിട്ടുണ്ട്. അത് ശരിക്കും റിസ്ക് ഫ്രീ റിട്ടേൺ പ്ലസ് റിസ്ക് പ്രീമിയം ഇത് രണ്ടും കൂടെ കൂട്ടിയതാണ് നമ്മുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇതിൻ്റെ ബേസിസിലാണ് ഈ റിലേറ്റീവ് പ്രൈസ് അപ്രോച്ച് എന്ന് പറയുന്നത് ബോണ്ട് വാല്യൂഷൻ അപ്രോച്ച് ഉള്ളത്. Under such an approach, the bond is priced relative to YTM, that is yield to maturity of a benchmark. Benchmark എന്തായിരിക്കും? It would be usually a government bond of similar maturity. അതായത് സിമിലർ മെച്യൂരിറ്റി ഉള്ള ഒരു ഗവൺമെൻറ് ബോണ്ടിനെ ബെഞ്ച് മാർക്കാക്കി ഒരു സ്റ്റാൻഡേർഡായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് ആണ് ഈ റിലേറ്റീവ് പ്രൈസ് അപ്രോച്ചിൽ ഒരു ബോണ്ടിൻ്റെ പ്രൈസിനെ അല്ലെങ്കിൽ YTM ഫിക്സ് ചെയ്യുന്നത്. ദ ബോണ്ട് ഇസ് പ്രൈസ്ഡ് റിലേറ്റീവ് ടു ദ YTM ഓഫ് ബെഞ്ച് മാർക്ക്ഡ് പ്രോഡക്റ്റ്. ബെഞ്ച് മാർക്ക്ഡ് സെക്യൂരിറ്റീൻ്റെ YTM ബേസിസിൽ പ്രൈസ് ചെയ്യുന്നതിനെയാണ് റിലേറ്റീവ് പ്രൈസ്. അതുകൊണ്ടാണ് അതിനെ റിലേറ്റീവ് പ്രൈസ്. ദ പ്രൈസ് ഇസ് ഇൻ റിലേഷൻ ടു ദ ഗവൺമെൻറ് ബോണ്ട് എന്നുള്ളതാണ് അർത്ഥം. Then we should add to a benchmark a risk premium depending on the issuer's credit rating. അതായത് ഏത് ബോണ്ടിൻ്റെ പ്രൈസാണോ നമ്മൾ കാണുന്നത് ആ പ്രൈസിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? YTM ഓഫ് ദ ബെഞ്ച് മാർക്ക് പ്രോഡക്റ്റിൻ്റെ ബെഞ്ച് മാർക്ക് ബോണ്ടിൻ്റെ YTM കൂടെ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യണം? വി ഹാവ് ടു ആഡ് എ റിസ്ക് പ്രീമിയം. ആ റിസ്ക് പ്രീമിയം എത്ര ആഡ് ചെയ്യണം എന്നുള്ളത് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ക്രെഡിറ്റ് റേറ്റിംഗ് ഓഫ് ദി ഇഷ്യൂവർ. ഏത് കമ്പനിയാണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലാണ് റിസ്ക് പ്രീമിയം ആഡ് ചെയ്യുക. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേംസ് ആണെങ്കിൽ റിസ്ക് പ്രീമിയം കുറവായിരിക്കും. ന്യൂലി ഫോംഡ് ഒക്കെ ആയിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ അതിൻ്റെ റിസ്ക് പ്രീമിയം കൂടുതലായിരിക്കും. ദ റിസൾട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ദെൻ യൂസ്ഡ് ആസ് ഡിസ്കൗണ്ട് റേറ്റ്. ഇങ്ങനെ കാണുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെ, അതായത് സിമിലർ ബോണ്ടിൻ്റെ YTM നമ്മൾ റിസ്ക് പ്രീമിയം കൂടെ കൂട്ടിയിട്ട് കണ്ടെത്തുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുക. അതാണ് വ്യത്യാസം. ആ ഡിസ്കൗണ്ട് ചെയ്യുന്ന ആ പ്രോസസ്സിൻ്റെ അകത്തൊന്നും, അതുകൊണ്ടാണ് ഞാൻ ആ പ്രസൻറ്റ് വാല്യൂ അപ്രോച്ചിനെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ അപ്രോച്ചാണ്. ഇൻ സം ടെക്സ്റ്റ് ബുക്ക് യു വിൽ ബി ഫൈൻഡിങ് ഇറ്റ് ദ നെയിം വിൽ ബി ആസ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്. എന്ത് പേരിൽ വിളിച്ചാലും അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന രീതി. ബാക്കിയെല്ലാം അതിനോട് അനുബന്ധമായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ റിട്ടേൺ ഡിസ്കൗണ്ട് റേറ്റിനെ കാണുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്ത മെത്തേഡ് ആർബിട്രേജ് ഫ്രീ പ്രൈസിംഗ് അപ്രോച്ചാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്പോട്ട് റേറ്റ് പ്രൈസിംഗ്. ഇതിനെ നമ്മൾ സ്പോട്ട് റേറ്റ് പ്രൈസിംഗ് എന്നും പറയും. ആർബിട്രേജ് ഫ്രീ പ്രൈസിംഗ് അപ്രോച്ച്. Bond valuation under an arbitrage free pricing approach considers each separate cash flow as a zero coupon bond. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ബോണ്ടിൽ സീറോ കൂപ്പൺ ബോണ്ട് എന്താ പഠിച്ചേ? സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറഞ്ഞാൽ വിച്ച് ഡസ് നോട്ട് ക്യാരി എനി കൂപ്പൺ റേറ്റ് ബട്ട് വിൽ ബി ഇഷ്യൂഡ് അറ്റ് എ ഹൈ ഡിസ്കൗണ്ട്. അതാണ് സീറോ കൂപ്പൺ ബോണ്ട്. അപ്പോൾ ഓരോ ക്യാഷ് ഫ്ലോനെയും നമ്മൾ ഒരു സീറോ കൂപ്പൺ ബോണ്ടായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ആർബിട്രേജ് ഫ്രീ അപ്രോച്ചിൽ കാണാം. The yield to maturity on a zero coupon bond of similar maturity and equal credit rating is used as the discount rate. അപ്പോൾ ഒരു സീറോ കൂപ്പൺ ബോണ്ടിൻ്റെ, അതായത് ഏതാണ്ട് സെയിം മെച്യൂരിറ്റിയും ക്രെഡിറ്റ് റേറ്റിംഗും ഒക്കെ ഉള്ള ഒരു സീറോ കൂപ്പൺ ബോണ്ടിൻ്റെ YTM ആണ് നമ്മൾ ഇതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. Thus we use several discount rates instead of a single discount rate as in a discount cash flow approach and a relative price approach. ഇപ്പോൾ റിലേറ്റീവ് പ്രൈസ് അപ്രോച്ച് ആണെങ്കിലും നമ്മൾ പഠിച്ച പ്രസൻറ്റ് വാല്യൂ അപ്രോച്ച് ഞാൻ പറഞ്ഞു അതിന് വേറെ പേര് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്നാണ്
അപ്പോൾ ഇത് ഈ രണ്ട് മെത്തേഡിലായാലും നമ്മൾ ഒറ്റ ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ടാണ് നമ്മളതിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ ആർബിട്രേജ് ഫ്രീ പ്രൈസിങ് അപ്രോച്ചിൽ അല്ലെങ്കിൽ സ്പോട്ട് റേറ്റ് പ്രൈസിങ് അപ്രോച്ചിൽ നമ്മൾ ഒരു റേറ്റ് അല്ല എടുക്കുക, നമ്മൾ ഒരുപാട് റേറ്റ്സ് വെച്ചിട്ടാണ്, ഓരോ വർഷവും ഉള്ള സ്പോട്ട് റേറ്റ്സ് വെച്ചിട്ടാണ് ഇതിനെ ഡിസ്കൗണ്ട് ചെയ്യുക. This method of bond valuation assumes the use of a set of spot rates അല്ലെങ്കിൽ forward rates to discount the cash flows from the bond. ബോണ്ടിൻ്റെ അതിൽ ക്യാഷ് ഫ്ലോസിനെ ഡിസ്കൗണ്ട് ചെയ്യാൻ, കാരണം ഓരോ പീരീഡിലും ഫസ്റ്റ് ഇയറിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കില്ല സെക്കൻഡ് ഇയർ, കാരണം അത് ഫ്ലക്ച്വേറ്റിംഗ് ആണ് എന്നുള്ളൊരു അസംഷൻ്റെ പുറത്താണ് നമ്മൾ അങ്ങനെ ഓരോരോ റേറ്റ് എടുക്കുന്നത്. We can say that the spot rate is the interest rate applicable to the period from today to some point of time in future. അപ്പോൾ ഇന്ന് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയം മുതൽ ഒരു വർഷം കഴിയുന്നത് വരെ എത്രയാണ് സ്പോട്ട് റേറ്റ്, അല്ലെങ്കിൽ 2 വർഷം കഴിയുന്നത് വരെ എത്രയാണ്, ദറ്റ് ഡിഫേഴ്സ്. ഒരു വർഷം കഴിയുന്നത് വരെയുള്ള റേറ്റ് ആയിരിക്കില്ല 2 വർഷം കഴിയുന്നത് വരെ ഉണ്ടാവുക. ആൻഡ് ഫോർവേഡ് റേറ്റ് ഇസ് എ ഇൻട്രസ്റ്റ് റേറ്റ് ആപ്ലിക്കബിൾ ടു 2 periods in future. ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നുകിൽ സ്പോട്ട് റേറ്റ് അല്ലെങ്കിൽ ഫോർവേഡ് റേറ്റ് ആണ് നമ്മൾ എടുക്കുക. ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലുള്ള പീരീഡിലുള്ള ഒരു റേറ്റ്, അതാണ് ഫോർവേഡ് റേറ്റ്. ദെൻ ഇൻ ദ കേസ് ഓഫ് ബോണ്ട് വാല്യൂഷൻ ബേസ്ഡ് ഓൺ സ്പോട്ട് റേറ്റ്സ്, ഈച്ച് ഓഫ് ദ ബോണ്ട്സ് ക്യാഷ് ഫ്ലോ വിൽ ബി ഡിസ്കൗണ്ടഡ് ബൈ എ ഡിഫറെൻറ്റ് സ്പോട്ട് റേറ്റ് ആപ്ലിക്കബിൾ ടു ദ ഗിവൻ ക്യാഷ് ഫ്ലോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോ വർഷത്തെ ക്യാഷ് ഫ്ലോനെയും അതാത് വർഷത്തേക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന സ്പോട്ട് റേറ്റിനെ കൊണ്ടാണ് ഡിസ്കൗണ്ട് ചെയ്യുക. Similarly, we use a whole set of forward rates instead of one discount rate to discount bond cash flows when we want to use forward rates. ഞാൻ പറഞ്ഞു സ്പോട്ട് റേറ്റോ ഫോർവേഡ് റേറ്റോ ആണ് എടുക്കുക. അപ്പോൾ രണ്ടായാലും ഇത് ഫോർവേഡ് റേറ്റ് ആണെങ്കിലും ഓരോ വർഷം ഓരോ റേറ്റ്സ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുക. ഇനി അതൊരു എക്സാമ്പിളിൽ നമ്മൾ നോക്കാം. സപ്പോസ് വി വാണ്ട് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് $1,000 per 5% കൂപ്പൺ, അതായത് $1,000 വിലയുള്ള 5% കൂപ്പൺ റേറ്റുള്ള 5 year മെച്യൂരിറ്റി ബോണ്ട്. അതിനെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. വി ഓൾസോ ഹാവ് ദ ഫോളോയിങ് സ്പോട്ട് റേറ്റ്സ് ഫോർ ദ നെക്സ്റ്റ് 5 years. അപ്പോൾ സ്പോട്ട് റേറ്റ്സ് തന്നിട്ടുണ്ടാവും. എന്താണ് സ്പോട്ട് റേറ്റ്സ്? ഫസ്റ്റ് ഇയറിൽ 4 ആണ്, സെക്കൻഡ് ഇയറിൽ 4.3%, തേർഡ് ഇയർ 4.51%, ഫോർത്ത് ഇയർ 4.7 ആൻഡ് ഫിഫ്ത്ത് ഇയർ 4.8. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ നമ്മൾ ആർബിട്രേജ് ഫ്രീ പ്രൈസിങ് പോളിസിയാണ് സ്വീകരിക്കേണ്ടത്, ബിക്കോസ് സ്പോട്ട് റേറ്റ്സ് ഓവർ ദി ഇയേഴ്സ് തന്നിട്ടുണ്ട്. ഇനി അസ്യൂമിങ് ദിസ് ഇസ് ആൻ ആനുവൽ പേ ബോണ്ട്, ദ ബോണ്ട് വിൽ ഹാവ് ദ ഫോളോയിങ് ക്യാഷ് ഫ്ലോസ്. അപ്പോൾ ഇതൊരു ആനുവൽ പേ ബോണ്ടാണെന്നുള്ള അസംഷനിൽ ഇതിൻ്റെ ക്യാഷ് ഫ്ലോസ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. എങ്ങനെയാണ്? $1,000 ബോണ്ടാണ്, $1,000 ബോണ്ടാണ്, 5% കൂപ്പൺ റേറ്റ്. അപ്പോൾ 1000 × 5% പറയുമ്പോൾ 50. ആ 50 ആണ് ഓരോ വർഷമുള്ള ക്യാഷ് ഫ്ലോസ്. നമ്മൾ 1, 2, 3 പറഞ്ഞിട്ട് പീരീഡിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ക്യാഷ് ഫ്ലോസ് ആണ് 50 ഈച്ച്. ലാസ്റ്റ് ഇയറിൽ 5 years നമുക്ക് എന്തുണ്ടാവും? വിൽ ബി ഗെറ്റിംഗ് ദ $1,000 ആൻഡ് അലോങ് വിത്ത് $1,000 യു വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് ഇയേഴ്സ് ഇൻട്രസ്റ്റ് ഓൾസോ. അങ്ങനെ ഇൻ ദ വേ യു വിൽ ബി ഗെറ്റിംഗ് ₹1,050. അതിൻ്റെ കൂടെ ഓരോന്നിൻ്റെ സ്പോട്ട് റേറ്റ്സ് ആണ്. ആൻഡ് വി നോ ഹൗ ടു ഡിസ്കൗണ്ട് ഇറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുക. ആനുവൽ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ 1 + ഡിസ്കൗണ്ട് റേറ്റ് റേസ് ടു n or t, എത്ര ഇയേഴ്സ് ആണെങ്കിൽ അത്. അങ്ങനെയാണ് 50/1 + 0.04 raised to 1 for the first year. സെക്കൻഡ് ഇയർ ആകുമ്പോൾ 50/1 + 0.043 raised to 2 ഇത് സെക്കൻഡ് ഇയറിൽ. ഇങ്ങനെ ഓരോ വർഷവും ആ വർഷത്തേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്പോട്ട് റേറ്റ് വെച്ചിട്ട് അതിനെ ഡിസ്കൗണ്ട് ചെയ്തതാണ് ഈ ടേബിളിലെ ലാസ്റ്റ് കോളത്തിൽ കാണുന്നത്. അങ്ങനെ അതിൻ്റെ ടോട്ടൽ അപ്പോൾ ബോണ്ട് വാല്യൂ എത്രയായിരിക്കും? ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്തായിരിക്കും. ദാറ്റ് ഈസ് $1,010.003. ഇതാണ് ബോണ്ടിൻ്റെ വാല്യൂ. ഇനി ഇത് എപ്പോഴാണ് ആർബിട്രേജ് ഫ്രീ പ്രൈസിങ്ങിൽ നമ്മൾ യൂസ്ഫുൾ ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക. വിത്ത് ദിസ് ആ കമ്പാരിസൺ എന്ന് പറയുന്നത് ബോണ്ട് വാല്യൂസ് നമ്മളിങ്ങനെ കണ്ടു. അതിൽ ആർബിട്രേജ് ഫ്രീ പ്രൈസിങ്ങിൽ നമ്മളെന്താണ് ആർബിട്രേജ് പോളിസിയിൽ നമ്മളെന്താ ചെയ്യുക? ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡിഫറൻസസ്, ഓരോ മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻസസിൻ്റെ ബേസിസിൽ ബൈ ചെയ്യുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഈ ആർബിട്രേജ് പ്രൈസിങ് പോളിസി പറയുന്നത്.
അപ്പോൾ മാർക്കറ്റ് പ്രൈസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദിസ് ബോണ്ട് ഇസ് $1,020, ദെൻ ദർ ഇസ് എൻ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഈ ബോണ്ടിൻ്റെ വാല്യൂ ആർബിട്രേജ് ഫ്രീ പ്രൈസിങ് അപ്രോച്ച് പ്രകാരം $1,010 ആണ്. പക്ഷേ മാർക്കറ്റിൽ അതിന് 1,020 ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ആർബിട്രറി അഡ്വാൻറ്റേജ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്താണ്? ദ ആർബിട്രേജർ വിൽ ഏൺ എ റിസ്ക് ഫ്രീ പ്രോഫിറ്റ് ഓഫ് $9.997. എന്തുകൊണ്ടാണ്? ഈ 1,020 ആണ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ ഹി വിൽ ബി ഏർണിംഗ് arbitrator will be earning a risk-free profit of 9.997 for this particular bond if the spot rates are so much. ഇത്രയും സ്പോട്ട് റേറ്റുള്ള ഒരു ബോണ്ടിന് മാർക്കറ്റ് റേറ്റ് കുറവാണെങ്കിൽ ആൾക്ക് ലാഭമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇത് 1,020 പകരം 1,000 ആണ് വിചാരിച്ചുള്ളൂ ബോണ്ടിൻ്റെ മാർക്കറ്റ് പ്രൈസ്, ദെൻ ദർ ഇസ് നോ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി. അതില്ല, കുറവ് നഷ്ടമാണ് ഉണ്ടാവുക. കൂടുതലാണെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ മാർക്കറ്റ് പ്രൈസ് ആണ് നമ്മൾ ആർബിട്രേജർക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ എങ്ങനെയാണ് സ്പോട്ട് റേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. ദെൻ വി ഹാവ് 2 more approaches. One is binomial interest rate tree. ഇത് നിങ്ങളുടെ കോമേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്സിലൊന്നും അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റോപീഡിയ, എക്കണോമിക് ഡിസ്കഷൻസിലൊക്കെ നമ്മൾ ഇതുവരെ പറഞ്ഞ 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് പ്രസൻറ്റ് വാല്യൂ അപ്രോച്ച്, റിലേറ്റീവ് അപ്രോച്ച് ആൻഡ് ആർബിട്രേജ് ഫ്രീ പ്രൈസിങ് അപ്രോച്ച് എന്ന് പറയുന്ന 3 അപ്രോച്ചസ് ആണ് കൂടുതലായിട്ടും പറയുന്നത്. ഇത് നമ്മൾ CFAൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയലിൽ ഇങ്ങനെ ബോണ്ടിൻ്റെ 2 വാല്യൂഷൻസിനും കൂടെ കണ്ടു. ബൈനോമിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ട്രീ മെത്തേഡ് ആൻഡ് ഒരു മാട്രിക്സ് പ്രൈസിങ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അതും കൂടെ എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞു തരാം. The bond valuation method that applies binomial interest rate tree assumes that interest rates are volatile. ഈ ഒരു മെത്തേഡ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഭയങ്കര വോളറ്റൈലാണ്, ചേഞ്ചിങ് ആണ്. അപ്പോൾ അത് ആ ഒരു എസംഷനിലുള്ള ഒരു വാല്യൂഷൻ അപ്രോച്ചാണ് ഈ ബൈനോമിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ട്രീ പറയുന്നത്. As a result, in a given period, the discount rate can take different values. നമ്മൾ സ്പോട്ട് റേറ്റ്സിലൊക്കെ പറഞ്ഞ പോലെ ഓരോ പീരീഡിലും ഈ ഡിസ്കൗണ്ട് റേറ്റ് ചേഞ്ച് ചെയ്യാം. Further the period we consider, the more different values of interest rate we have at our disposal. എത്ര മെച്യൂരിറ്റി വാല്യൂ എത്ര കണ്ട് കൂടുന്നോ അത്ര കണ്ട് ഡിഫറൻസ് ഇൻട്രസ്റ്റ് റേറ്റ്സിനകത്ത് ഉണ്ടാവും. We use interest rate tree to value bonds with embedded option. ഈ ഒരു മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. ബൈനോമിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ട്രീ നമ്മൾ എന്ന് പറയുന്ന ബോണ്ട് വാല്യുവേഷൻ്റെ മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക എംബഡഡ് ഓപ്ഷനുള്ള ബോണ്ടുകളാണ്. ഓർമ്മയുണ്ടോ എന്താണ് എംബഡഡ് ഓപ്ഷൻ? ഹോപ്പ് യു റിമെമ്പർ ദ ടൈപ്പ് ഓഫ് ബോണ്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് കോളബിൾ ബോണ്ട്സ് ആൻഡ് പുട്ടബിൾ ബോണ്ട്സ്. എന്തായിരുന്നു കോളബിൾ ബോണ്ട്സും പുട്ടബിൾ ബോണ്ട്സും? അതായത് ഓപ്ഷൻ 2 സെൽ ദ ബോണ്ട് ടു ദ ഇഷ്യൂവർ ഇറ്റ് സെൽഫ്, ഓർ ഓപ്ഷൻ ഓഫ് ദ ഇഷ്യൂവർ ടു ടേക്ക് ബാക്ക് ദ ബൈ ബാക്ക് ദ ബോണ്ട്. ഇല്ലേ? സെൽ ഓപ്ഷൻ കോളബിൾ ഓപ്ഷനും പുട്ടബിൾ ഓപ്ഷനും കോൾ ബാക്ക് ചെയ്യാനും സെൽ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ദിസ് ഇസ് ബിക്കോസ് ഇൻ ദിസ് മെത്തേഡ് വി ക്യാൻ ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ഫാക്ട് ദാറ്റ് ദ ബോണ്ട് മേ ബി സോൾഡ് ബൈ ദ ബോണ്ട് ഹോൾഡർ or bought back by the issuer before the maturity date. ഈ എംബഡഡ് ആയിട്ടുള്ള ഓപ്ഷനുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ കോളബിൾ ബോണ്ടോ പുട്ടബിൾ ബോണ്ടോ ആണ്. ഇതൊക്കെ എന്താവാം? അതിന് മെച്യൂരിറ്റി പീരീഡിൻ്റെ മുമ്പേ ഒന്നുകിൽ കമ്പനി കോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് ഒരു റിട്ടേണും ഇല്ല. അതേപോലെ പുട്ട് ഓപ്ഷനുള്ള ബോണ്ടാണെങ്കിൽ ഈ ഇൻവെസ്റ്റർ ഇത് സെൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതിൻ്റെ മുകളിൽ ഒരു റിട്ടേണും ഇല്ല. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും ആ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്ന മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പേ എപ്പോൾ വേണമെങ്കിലും അത് ഇല്ലാതാവാം. As we already know, exercising the call or put option changes the cash flow of the bond, and this change can be taken into consideration in this method of bond valuation. ഈ ബൈനോമിയൽ പ്രൈസിങ് ട്രീ മെത്തേഡിലാണ് നമുക്കത് കൺസിഡർ ചെയ്യാൻ സാധിക്കുക. Binomial interest rate tree are suitable for valuing not only the bond itself but also the embedded option. ആ ഓപ്ഷനെയും വാല്യൂ ചെയ്യാൻ ഇത് യൂസ്ഫുൾ ആണ്. ഇങ്ങനെ തിയറി കണ്ടു എന്നല്ലാതെ ആ CFAൻ്റെ അകത്ത് പോലും ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഒരു ട്രീൻ്റെ പിക്ചർ, നമ്മൾ ഡിസിഷൻ ട്രീസ് ഒക്കെ പറയുന്ന പോലെ
ഒരു പിന്നെ ഫ്ലോ ചാർട്ട് പോലെ ഒരു ട്രീൻ്റെ പിക്ചറുണ്ട്. അതല്ലാതെ ഇതെങ്ങനെയാണെന്നുള്ളത് ഇറ്റ്സ് നോട്ട് ബീങ് എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനി ക്വസ്റ്റ്യൻസ് എനിവെയർ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു തിയറി പാർട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പഠിക്കാം. പിന്നുള്ളത് മെട്രിക്സ് പ്രൈസിങ് മെത്തേഡാണ്. ഈ മെട്രിക്സ് പ്രൈസിങ് മെത്തേഡ് പറയുന്നത് is assumed that we do not know the discount rate at the beginning. അപ്പോൾ ബൈനോമിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ട്രീ മെത്തേഡിൽ നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ്സ് വോളറ്റൈൽ ആണ് എന്നുള്ള അസംഷൻ്റെ പുറത്തും എംബഡഡ് ഓപ്ഷനുള്ള ബോണ്ട്സിനും മാത്രമാണ് ബൈനോമിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ട്രീ യൂസ് ചെയ്യുന്നത്. അതേപോലെ മാട്രിക്സ് പ്രൈസിങ് മെത്തേഡിൽ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് അറിയില്ല. ബിഗിനിങ്ങിൽ വി ആർ നോട്ട് അവെയർ വാട്ട് ഈസ് എ ഡിസ്കൗണ്ട് റേറ്റ്. അങ്ങനെയുള്ള കേസസിലാണ് മെട്രിക്സ് പ്രൈസിങ് ഉപയോഗിക്കുക. ഓർ വി യൂസ് മെട്രിക്സ് പ്രൈസിങ് ടു ഡിറ്റർമിൻ ഇറ്റ്. ഡിസ്കൗണ്ട് റേറ്റ് തീരുമാനിക്കാൻ നമ്മൾ മെട്രിക്സ് പ്രൈസിങ് മെത്തേഡാണ് ഉപയോഗിക്കുക. To compute the discount rate, we use a linear interpolation and yield to maturity of similar bonds, where similar means with similar risk but different maturity dates. അപ്പോൾ നമ്മൾ ഒരേ റിസ്ക്കുള്ള, മെച്യൂരിറ്റി ഡേറ്റ് സെയിം ആവണമെന്നില്ല, ഒരേ റിസ്ക്കുള്ള ബോണ്ടുകളുടെ YTMൻ്റെ ബേസിസിലും പിന്നെ ലീനിയർ ഇൻ്റർപോളേഷൻ എന്ന് പറയുന്ന മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ്റെ ബേസിസിലും ആണ് നമ്മൾ ഈ മാട്രിക്സ് പ്രൈസിങ് മെത്തേഡിൽ ഡിസ്കൗണ്ട് റേറ്റ് എത്രയാണ് എന്ന് തീരുമാനിക്കുക. വി യൂസ് ദിസ് മാട്രിക്സ് പ്രൈസിങ് ഐദർ വെൻ ദ ബോണ്ട് വാല്യൂഡ് ഇസ് illiquid or when we intend to value the bond that is to be issued in the near future. അപ്പോൾ ലിക്വിഡിറ്റി കുറവുള്ള ഇല്ലിക്വിഡ് ആയിട്ടുള്ള ബോണ്ടുകളുടെ കാര്യത്തിലാണ് നമ്മൾ ഈ മാട്രിക്സ് പ്രൈസിങ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ നിയർ ഫ്യൂച്ചറിൽ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നിയർ ഫ്യൂച്ചറിൽ നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നിയർ ഫ്യൂച്ചറിൽ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ബോണ്ടിൻ്റെ വാല്യൂ കാണാനോ അല്ലെങ്കിൽ ഈ ലിക്വിഡായിട്ടുള്ള ബോണ്ടിൻ്റെ വാല്യൂ കാണാനോ ആണ് നമ്മൾ മാട്രിക്സ് പ്രൈസിങ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുക. We use matrix pricing in two cases. Either we can value a bond that is illiquid or നേരത്തെ തന്നെ ഒന്നൊരു പോയിൻ്റ് ആയിട്ട് പറഞ്ഞു, and when we want to find the required yield spread for a bond that is to be issued in near future. Okay, ഇത്രയാണ് നമുക്ക് അതർ മെത്തേഡ്സ് ഓഫ് ബോണ്ട് വാല്യുവേഷനിൽ പറയാനുള്ളത്. അതിനകത്ത് ഒന്നിൽ മാത്രമേ നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുള്ളൂ, ആർബിട്രേജ് ഫ്രീ അല്ലെങ്കിൽ സ്പ്രെഡ് റേറ്റിൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോണ്ട് വാല്യുവേഷൻ എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ അപ്രോച്ചാണ്, അതർവൈസ് നോൺ ആസ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്. എല്ലാത്തിൻ്റെയും ബേസ് അതാണ്. അതായത് റിലേറ്റീവ് പ്രൈസ് അപ്രോച്ചിൽ നമ്മൾ ആ റേറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ വൺസ് വി ഫൈൻഡ് ദ ഡിസ്കൗണ്ട് റേറ്റ്, ബാക്കി നമ്മൾ ചെയ്യുന്നത് ഓൺ ദ ബേസ് ഡിസ്കൗണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ ആർബിട്രേജ് ഫ്രീ പ്രൈസിങ്ങിൽ ഡിസ്കൗണ്ട് റേറ്റ്സ് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ, അത് ആ പ്രോസസ്സ് സെയിം ആണ്, ഫോർമുലയിലൊന്നും വ്യത്യാസമില്ല. ആൻഡ് കമ്മിങ് ഓവർ ടു ബൈനോമിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ട്രീയിൽ നമ്മൾ എംബഡഡ് ഓപ്ഷനുള്ള ബോണ്ടുകൾക്കാണ് അത് ഉപയോഗിക്കുക. അവിടെയും ഡിഫറെൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ്സ് ആണ് എടുക്കുക. അങ്ങനെ എന്താ പറയുക, റിലേറ്റീവായിട്ട് അതായത് ഒരു ബെഞ്ച് മാർക്ക് വയ്ക്കും, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടെത്തുക. മെട്രിക്സ് പ്രൈസിങ് ഇല്ലിക്വിഡ് ആയിട്ടുള്ള ബോണ്ടുകൾക്കോ ഫ്യൂച്ചറിൽ ഇറക്കാൻ പോകുന്ന ബോണ്ടുകൾക്കോ ഒക്കെയാണ് മെട്രിക്സ് പ്രൈസിങ് മെത്തേഡ് യൂസ് ചെയ്യുക. അതെപ്പോഴാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ വെൻ വി ഡസൻ നോ ദ ഡിസ്കൗണ്ട് റേറ്റ് ബിഗിനിങ് മുതലേ അറിയില്ല എങ്കിലാണ് നമ്മളത് അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, hope it is clear. If you have any doubts, please clarify.